ക്രിക്കറ്റ് ടീമിലെ മലയാളി സാന്നിധ്യം സഞ്ജു സാംസണിന് 2024 കരിയറിലെ ഏറ്റവും മികച്ച വർഷമായിരുന്നു. 2025 ദേശീയ ടീമിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കുമെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നടന്നുവരുന്ന സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സഞ്ജുവിന് വേണ്ടത്ര തിളങ്ങാനായില്ലെങ്കിലും കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര T20 മത്സരങ്ങളിലും IPLിലും ദുലീപ് ട്രോഫിയിലുമെല്ലാം നടത്തിയ കിടിലൻ പ്രകടനങ്ങൾ പുതിയ വർഷത്തിലും സഞ്ജുവിന് തുണയാവും. മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിനായി സഞ്ജു ആദ്യ മത്സരത്തിൽ 75 റൺസുമായി തിളങ്ങിയെങ്കിലും പിന്നീട് 4 മത്സരങ്ങളിൽ നിന്ന് 61 റൺസാണ് നേടിയത്. കേരളത്തിന്റെ 6 മത്സരങ്ങളിൽ 5ലും സഞ്ജു ഉണ്ടായിരുന്നു. 19, 31, 7, 4 എന്നിവയാണ് അവസാന 4 മത്സരങ്ങളിലെ വ്യക്തിഗത സ്കോറുകൾ. ദേശീയ ടീമിൽ ഇടം ലഭിക്കാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് ഫോം നിലനിർത്തണമെന്ന് സെലക്ടർമാർ നിർദ്ദേശിച്ചതിനാൽ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പരയിൽ ഉൾപ്പെടാത്ത സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ തുടങ്ങിയ പ്രമുഖരെല്ലാം ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാണ്. ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം ഇന്ത്യയുടെ വൈറ്റ് ബോൾ സീസൺ ആരംഭിക്കുകയാണ്. 2025 ജനുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെ 5 മത്സരങ്ങളുടെ T20 പരമ്പരയോടെ പുതിയ കലണ്ടർ വർഷത്തെ സീസണിന് തുടക്കമാവും. ഈ ടീമിൽ സഞ്ജുവിന് സ്ഥാനമുറപ്പാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കുന്നതിനാൽ പ്രധാന താരങ്ങൾക്ക് T20 പരമ്പരയിൽ ഇന്ത്യ വിശ്രമം നൽകും. ഓസീസ് കളിച്ചു വരുന്ന ജസ്പ്രീത് ബുംറ, യശസ്വി ജയ്സ്വാൾ എന്നിവർ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ സാധ്യതയില്ല. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായേക്കും. ഇംഗ്ലണ്ടിനെതിരെ 5 T20 മാച്ചുകളും 3 ഏകദിനങ്ങളുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ജനുവരി 22-ന് T20 പരമ്പര ആരംഭിക്കും. ഇന്ത്യ അവസാനമായി കളിച്ച ദക്ഷിണാഫ്രിക്ക, ബംഗ്ലാദേശ് T20 പരമ്പരകളിൽ സഞ്ജു സ്വപ്നതുല്യമായ ബാറ്റിംഗ് കാഴ്ചവെച്ചിരുന്നു. ഈ ടീമുകളിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് എല്ലാവരും ഇംഗ്ലണ്ടിനെതിരായ മത്സരങ്ങളിൽ കളിച്ചേക്കും. ഫെബ്രുവരിയിലാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി അരങ്ങേറുന്നത്. ടൂർണമെന്റ് വേദിയുമായി ബന്ധപ്പെട്ട BCCI PCB തർക്കം പരിഹരിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് ICC. ഫൈനൽ ഷെഡ്യൂൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. ഫെബ്രുവരി 19-ന് ആരംഭിച്ച് മാർച്ച് 9-ന് ഫൈനൽ എന്ന വിധത്തിലാണ് കറന്റ് ഷെഡ്യൂൾ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സാധ്യമായ ഏറ്റവും മികച്ച ടീമിനെ ഇറക്കുമെന്ന് ഉറപ്പാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ തുടങ്ങിയ പ്രമുഖർ ഈ ഘട്ടത്തിൽ മടങ്ങിയെത്തും. ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത്, ഹർദിക് പാണ്ഡ്യ എന്നിവരും ഏകദിന ടീമിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ശേഷിക്കുന്ന സ്ഥാനങ്ങൾക്കായി യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, തിലക് വർമ്മ എന്നിവരാണ് മത്സരത്തിൽ മുന്നിൽ. ഏകദിന ലോകകപ്പ് ടീമിൽ ഉണ്ടായിരുന്ന KL രാഹുലിനെയും ശ്രേയസ് അയ്യരെയും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയില്ല. അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് സ്പിൻ ബൗളിംഗ് ഓപ്ഷനുകൾ. പേസർമാരായി ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ഹർഷിദ് റാണ എന്നിവരുണ്ടാവും. 2017 കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനോട് ഫൈനലിൽ തോറ്റ ഇന്ത്യ ട്രോഫി തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അതേസമയം രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, ഹർദിക് പാണ്ഡ്യ, യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, തിലക് വർമ്മ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ, ജസ്പ്രീത് ബുംറ, ഹർഷിദ് റാണ, മുഹമ്മദ് സിറാജ് എന്നിവരാകും ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സാധ്യതാ ടീമിൽ ഉൾപ്പെടുന്നവർ.